മൊബൈൽ മെക്കാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൊബൈൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ സെക്ഷനിലേക്കാണ്. നമുക്കിപ്പോൾ രണ്ട് തരം രീതിയിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് പൊക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും, അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിം ട്രേയും സ്ക്രൂവും സെപ്പറേറ്റ് ചെയ്ത് ഫ്രെയിം ഓപ്പണർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ടൈപ്പാണ് നമുക്ക് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സിം ട്രേയും അതുപോലെ തന്നെ സ്ക്രൂസും, രണ്ട് സ്ക്രൂസ് ഉണ്ട്. ഈ സ്ക്രൂസ് റിമൂവ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, പിന്നെയുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് എല്ലാ മൊബൈൽസിനും വരുന്നില്ല. അതായത് സാംസങ്ങിന്റെ പുതിയതായിട്ട് ഇറങ്ങുന്ന ഗാലക്സി സീരീസ്, അതുപോലെ തന്നെ OnePlus, അതുപോലെ തന്നെ LGയുടെയൊക്കെ പുതിയ മെത്തേഡ് ആൻഡ്രോയിഡ് മൊബൈൽസിലാണ് ഫ്രണ്ടിൽ ഹീറ്റ് ഉപയോഗിച്ച്, അത് 4 എഡ്ജസും ഹീറ്റ് ചെയ്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അതൊരു മെത്തേഡ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കത് കാണാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഓപ്പൺ ചെയ്യുന്നത് സിം ട്രേയും അതുപോലെ തന്നെ സ്ക്രൂസും ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്താണ് ഈ സെറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഇതിന്റെ സിം ട്രേ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. സ്ക്രൂസ് ആണ്, ഈ രണ്ട് സ്ക്രൂസ് റിമൂവ് ചെയ്യുക. ഓക്കെ, സ്ക്രൂ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ രണ്ട് സ്ക്രൂസും ഫസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം, കാരണം ഇത് ബോർഡാവും, അതുപോലെ തന്നെ CC ബോർഡ്, അതായത് ചാർജിങ് കണക്ടർ ബോർഡായിട്ട് കണക്ഷൻ വന്ന ഒരു സ്ക്രൂസ് ആണ്. അപ്പോൾ നോക്കി ഒരുപാട് ബലം ഉപയോഗിക്കാതെ വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ മറ്റേ സ്ക്രൂ റിമൂവ് ചെയ്യുക. ഓക്കെ, ഫൈൻ. നമ്മളപ്പോൾ രണ്ട് സ്ക്രൂവും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണർ ആണ്. അതായത് സ്മോൾ ടൈപ്പ് ഓപ്പണർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഓപ്പണർ ഉപയോഗിച്ചാണ് എഡ്ജസ് എല്ലാം നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 4 എഡ്ജസും അതുപോലെ തന്നെ 4 ഭാഗങ്ങളും കൺവേർട്ട് ചെയ്ത്, അതായത് ഇതിൽ നിന്ന് ജോയിന്റിൽ നിന്ന് വിടിപ്പിച്ചെടുക്കുക. ചിലത് ഈ ഓപ്പണർ വെച്ച് തന്നെ ചിലത് ഓപ്പൺ ചെയ്യാൻ പറ്റും ചില മൊബൈൽസ്, അതേസമയം ചില മൊബൈൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ജസ്റ്റ് ജമ്പ് ചെയ്ത് വിട്ടതിന് ശേഷം മെയിൻലി വരുന്ന സ്റ്റീൽ ഓപ്പണർ വെച്ച് വേണം പിന്നെ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് സ്റ്റീൽ ടൂളാണ് വേണ്ടത്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ജമ്പ് ചെയ്ത് കൊടുക്കാൻ പാകത്തിനുള്ള 2 ഷെയ്ഡ്സ് ആണ് ഇതിനുള്ളത്. ഓക്കെ, നമ്മളത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു മൊബൈലിന്റെ ബാക്ക്, അതായത് ബോർഡ്, ബാറ്ററി, സ്പീക്കർ എല്ലാം ഇതും വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ പാനൽ സെക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കമ്പോണൻസ്, അതുപോലെ തന്നെ ക്യാമറ, ഫിംഗർ പ്രിന്റ്, ബാറ്ററി, സ്പീക്കർ, CC ബോർഡ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു മൊബൈൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഴിക്കുന്നത്.
ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പാർട്സ് നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് കമ്പോണൻസും, അതുപോലെ ഷീൽഡ്, അതുപോലെ തന്നെ ഫോണ്ട്, മെയിൻലി IME, അതായത് ഔട്ടറായിട്ടുള്ള IME, ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന കട്ടൗട്ട്സ്, അതുപോലെ തന്നെ ക്യാമറ എല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കെല്ലാം, അതായത് ഫോണിൻ്റെ എല്ലാ പാർട്സും എങ്ങനെ റിമൂവ് ചെയ്യാം, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ എങ്ങനെ റീജോയിനിങ് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു സെക്ഷനാണ്.